ഹലോ, ഒരു കഥ പറയട്ടെ. ഉറുമ്പുകളുടെ കഥ. അവരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞൻ ഉറുമ്പുണ്ടായിരുന്നു. അവൾക്ക് മറ്റുള്ള ഉറുമ്പുകളെ പോലെ വലിയ ശക്തിയോ വേഗതയോ ഉണ്ടായിരുന്നില്ല. അവൾ മിടുക്കിയുമായിരുന്നില്ല. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് അവൾക്ക് വ്യത്യസ്തമായൊരു ഗുണമുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അവഗണിക്കാനോ സഹായം ചോദിക്കുന്നവരോട് നോ എന്ന് പറയാനോ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കൂട്ടത്തിൽ ആരെങ്കിലും തളർന്ന് ഒരു ധാന്യമണി കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വന്നാൽ അവൾ അവരെ സഹായിക്കും. ആരെങ്കിലും കാലുതെറ്റി വീണാൽ അവരെ എഴുന്നേൽക്കാൻ അവൾ സഹായിക്കും. മഴ പെയ്യുന്ന രാത്രികളിലൊക്കെ അവരുടെ തുരങ്കങ്ങൾ തകർന്നു പോകാതിരിക്കാൻ അവൾ ആദ്യം അധ്വാനിച്ചു തുടങ്ങും. അവളുടെ ഈ സഹായശീലം മറ്റുറുമ്പുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗപ്പെടുത്തി തുടങ്ങി. തങ്ങൾക്കെടുക്കാൻ പറ്റാത്ത ഭാരം അവൾ എടുക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അവർ ഒരു ഭാഗം പൂർത്തിയാക്കിയില്ലെങ്കിൽ പോലും അവൾ അത് പൂർത്തിയാക്കും. അവർ തളർന്നു പോകുന്ന നേരങ്ങളിലൊക്കെ അവൾ ആ കുഞ്ഞനുറുമ്പ് അവളുടെ തോള് സഹായത്തിനായി അവൾ കൊടുക്കും. ഒരിക്കൽ പോലും ആരും അവളോട് ചോദിച്ചില്ല. ഒരിക്കൽ പോലും ആരും അവളോട് ചോദിച്ചിട്ടില്ല, നീ തളരുന്നില്ലേ എന്ന്. ദിവസം തോറും അവൾ അവളുടെ ജോലി മാത്രമല്ല മറ്റുള്ളവരുടെ ജോലിയും ചെയ്തു. അവൾക്കൊരിക്കലും വിശ്രമിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ അപ്പോഴെല്ലാം അവൾ അവളോട് തന്നെ പറയുമായിരുന്നു, കുറച്ചുകൂടി ക്ഷമിക്കാം, കുറെ കൂടെ സഹായിക്കാം, എല്ലാം മെച്ചപ്പെടും. ഒരു ദിവസം അവളുടെ കാലുകൾ ക്ഷീണത്താൽ വിറയ്ക്കാൻ തുടങ്ങി. അവൾക്ക് പഴയതുപോലെ വേഗത്തിൽ ധാന്യം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവളുടെ പുറം വേദനിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ അനന്തമായ ജോലിഭാരത്താൽ ക്ഷീണിതമായി കാണപ്പെട്ടു. അങ്ങനെ അവൾ വേദനയോടുകൂടി ഇരിക്കുമ്പോൾ ഒരു ഉറുമ്പ് അവളുടെ സഹായം ചോദിച്ചെത്തി. അവൾ തൻ്റെ അവസാനത്തെ ശക്തിയും സംഭരിച്ച് ആ ജോലി അവർക്ക് ചെയ്തു കൊടുത്തു. രണ്ടാമതൊരു ഉറുമ്പ് അവളുടെ ജോലി പൂർത്തിയാക്കാൻ പറഞ്ഞപ്പോൾ അവൾ വേദന കടിച്ചമർത്തിക്കൊണ്ട് അതിനും തലയാട്ടി. മൂന്നാമതൊരു ഉറുമ്പ് വന്നു പറഞ്ഞു, നിനക്കെപ്പോഴും സമയമുണ്ടല്ലോ, എന്നെയും സഹായിക്കൂ. അവൾ അതും നിരസിച്ചില്ല. പിന്നെ അവൾ തന്നെ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. അവൾ ചുമക്കുന്ന എല്ലാ ആശങ്കകളുടെയും ഭാരത്താൽ അവളുടെ കാലുകൾ വളഞ്ഞു. അവൾ നിലത്തു വീണു. ധൃതിയിൽ വന്ന മറ്റുറുമ്പുകൾ ആരും അവൾ അനങ്ങുന്നില്ല എന്ന് പോലും ശ്രദ്ധിച്ചില്ല. ആദ്യമൊന്നും അവളുടെ അഭാവം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ മടങ്ങിയെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ തളർന്നു വീണ് കിടന്ന കുഞ്ഞനുറുമ്പിന്റെ സ്ഥിതി വല്ലാതെ മോശമായി. ഉറുമ്പുകൾ ഓരോന്നായി മനസ്സിലാക്കാൻ തുടങ്ങി. അവൾ വിചാരിച്ചതിലും കൂടുതൽ ചെയ്തു. അവർ അവളെ തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. ഉറുമ്പിന്റെ വീടിനരികിൽ താമസിച്ചിരുന്ന ഒരു വൃദ്ധനായ ഉറുമ്പ് ഒരു ദിവസം നെടുവീർപ്പിട്ട് പറഞ്ഞു, അവൾ പോയി. അവൾ അപ്രത്യക്ഷമാകുന്നതുവരെ ആരും അവളുടെ ജോലിയെ അഭിനന്ദിച്ചില്ല എന്ന് അവർ മനസ്സിലാക്കി. എന്നാലും അവൾ ഞങ്ങളോട് പറയാത്തതെന്തേ? ഉറുമ്പുകൾ രോഷാകുലരായി. വൃദ്ധനായ ഉറുമ്പ് അവരോട് തിരിച്ചു ചോദിച്ചു, അവൾക്ക് എങ്ങനെയുണ്ടെന്നോ അവൾ സുഖമായിരിക്കുന്നുവെന്നോ എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഉറുമ്പുകൾ ഒന്നും മിണ്ടാതെ നിന്നു. അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവൾ ചെയ്ത വലിയ ഉപകാരങ്ങളും സഹായങ്ങളും എല്ലാം തങ്ങൾ നിസ്സാരമായെടുത്തു. അവൾ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരുന്നു, എല്ലായ്പ്പോഴും പിന്തുണ നൽകി, എപ്പോഴും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവരെ കരകയറ്റി. അവൾ കഷ്ടപ്പെട്ടപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. ഇത് ഉറുമ്പുകൾ നമുക്ക് നൽകുന്ന ജീവിത പാഠത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ സമൂഹങ്ങളിലും മറ്റുള്ളവരുടെ ആകുലതകൾ ഏറ്റെടുക്കുന്നവരുണ്ട്. അവർ എല്ലാവരെയും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും കഠിനാധ്വാനം കൊണ്ട് സഹായിക്കുകയും ചെയ്യും. ക്ഷീണിതരായിരിക്കുമ്പോഴും അവർ എപ്പോഴും അതെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അവർ അങ്ങനെയെന്ന് ആരും തിരക്കില്ല. ഒരു ദിവസം അവരുടെ ശക്തി ചോർന്ന് അവർ വീണു പോകുമ്പോൾ അവർ എത്ര പ്രധാനപ്പെട്ടവരായിരുന്നുവെന്ന് സമൂഹം വേദനയോടെ തിരിച്ചറിയും. മറക്കരുത് ചങ്ങാതി, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും അനേകം പേരുണ്ട്, നിരന്തരം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ. അവരുടെ കാലുകൾ ദുർബലപ്പെടാനോ അവരുടെ കൈകൾ കുഴഞ്ഞു പോകാനോ ഒരിക്കൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് മരണത്തെ പുൽകാനോ അവരെ നമ്മൾ ഒരിക്കലും ഇടയാക്കരുത്. നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ശക്തി സഹായത്തിൻ്റെ കരങ്ങൾ ഉയർത്തുന്ന ദുർബലരായ മനുഷ്യർ തന്നെയാണ്. അവരാണ് ഈ സമൂഹത്തിന് ബലം പകർന്നുകൊണ്ടിരിക്കുന്നത്. നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന അനേകം മനുഷ്യർ. ഒരുപക്ഷെ നീയും ഞാനുമൊക്കെ ജീവിതത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് നമുക്ക് ചിലരോട് നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഉറുമ്പിനെ പോലെ നമ്മളും സഹായിച്ചു കൊണ്ടിരിക്കും തളർന്നു വീഴുന്നത് വരെ. ആരെയും സഹായിക്കരുത് എന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്.
കൂട്ടത്തിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. സഹായിക്കാനുള്ള തിടുക്കപ്പെട്ട ഓട്ടത്തിനിടയിൽ ഒന്നും തളർന്നു വീണു പോകാതിരിക്കാൻ കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നിന്റെ കാര്യത്തിലും നിനക്കൊരു കരുതലുണ്ടാകണം. സഹായം സ്വീകരിക്കുന്നവർ എന്നും സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. അവർ ഒരിക്കലും നിന്നെക്കുറിച്ച് ഓർക്കണമെന്നുമില്ല. എങ്കിലും സഹായിക്കാനുള്ള നിന്റെ മനസ്ഥിതികൾക്കൊന്നും ഒരു കുറവും വരുത്തണ്ട. മുന്നോട്ട് പോകൂ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.